സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. 20 പോയിന്റ് ട്രംപ് പ്ലാൻ അവതരിപ്പിച്ചിട്ട് ദിവസങ്ങളാവുന്നു. ഇന്നലെ ട്രംപ് ഹമാസിനോട് ആവശ്യപ്പെടുകയുണ്ടായി 3 അല്ല 4 ദിവസത്തിനുള്ളിൽ തീരുമാനം പറയണം. ഇങ്ങനെ ആലോചിക്കുകയാണ്, ഞങ്ങളുടെ ഹൈക്കമ്മിറ്റി ഡിസ്കസ് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് അനാദികാലത്തേക്ക് നീട്ടിക്കൊണ്ടുപോകാനാവില്ല. ഇതിന്റെ തീരുമാനം 3 അല്ലെങ്കിൽ 4 ദിവസത്തിനുള്ളിൽ കിട്ടണം. ഒറിജിനൽ പ്ലാൻ അനുസരിച്ച് ഇസ്രായേൽ ഈ 20 പോയിന്റ് പ്ലാൻ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആദ്യം അത് 21 പോയിന്റ് ആയിരുന്നു, പിന്നെ അത് 20 പോയിന്റിലേക്ക് ആ പോയിന്റുകൾ ചേർത്തെഴുതിയതാണ്. 20 പോയിന്റ് പ്ലാൻ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 72 മണിക്കൂറിനുള്ളിൽ ബന്ധികളെ കൈമാറ്റം ചെയ്യണം എന്നുള്ളതാണ് ഒറിജിനൽ പ്ലാൻ പ്രകാരമുള്ളത്. 72 മണിക്കൂർ എന്നുള്ളത് ഈ പറയുന്ന 4 ദിവസമാണ്. അതിപ്പോൾ വളരെ വേഗം ഇങ്ങോട്ടെത്തും. ഒരു പക്ഷേ 1-2 ദിവസം കൂടി എക്സ്റ്റൻഷൻ കിട്ടിയേക്കാം. ഹമാസ് ഇത് ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ, ഈ പീസ് പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ, പിന്നെ വരാൻ പോകുന്നത് അങ്ങേയറ്റം ദുഃഖകരമായ ഒരു ദുരന്തമായിരിക്കും എന്നാണ് ട്രംപ് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പൊ ഇത് ഈ ഇസ്രായേലിന്റെ അല്ലെങ്കിൽ പാലസ്തീനയുടെ ചരിത്രം നോക്കുമ്പോൾ അതിന്റെ ആദ്യകാലം മുതൽ ഇത്തരം പല പല പ്ലാനുകൾ പ്രപ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ അവസാനത്തേതാണിത്. ഒരുപക്ഷെ ഇപ്പോഴത്തെ ഒരു നില വെച്ച് നോക്കും, ഹമാസിനെ സംബന്ധിച്ച് പരിപൂർണമായും ഉന്മൂലനം ചെയ്യപ്പെടുന്ന ഒരു മൊമെന്റിലാണ്. ആരെങ്കിലും ഇടപെട്ടില്ലെങ്കിൽ അവർ ഉന്മൂലനം ചെയ്യപ്പെടും എന്നുള്ള ഉറപ്പാണ്. ഇസ്രായേൽ അത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ഇസ്രായേൽ എല്ലാവർക്കും ഉറപ്പുള്ള കാര്യമാണ്. അതിപ്പം ഈ പിന്നെ എന്താ പറയാ, കണ്ണു കാണാത്ത മനുഷ്യർ മാത്രമാണ് ഹമാസ് പോരാളിയാണ്, പോരാടുന്നുണ്ടെന്നൊക്കെ പറയുന്നത്. അവര് ചത്തുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവര് സ്വയം ചത്തൊടുങ്ങാൻ വേണ്ടി തീയിലേക്ക് പറന്നടക്കുന്ന ഈയാമ്പാറ്റയെ പോലെ ആത്മഹത്യാപരമായ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ ഞാൻ പറഞ്ഞത്, കുഞ്ഞു ചെറുപ്പത്തിൽ തന്നെ അവരുടെ തലയിൽ ഉറച്ചുപോയ സുഖ സൗകര്യങ്ങളുടെ സ്വർഗമാണ് അവരുടെ സ്വപ്നം. പിന്നെ ഏതു നിമിഷവും അവരെ വിജയിപ്പിക്കാൻ വേണ്ടി ഇടപെട്ടേക്കാവുന്ന അവർ വിചാരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തി ഏതു നിമിഷവും ഇടപെട്ട് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്ത് അവരെ കീഴ്പ്പെടുകയും എതിർ കക്ഷിയെ കീഴ്പ്പെടുത്തുമെന്നുള്ള പ്രതീക്ഷ. നമ്മൾ ഇപ്പൊ 25 കോടിയുടെ ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് പോക്കറ്റിട്ട് കഴിഞ്ഞാൽ ആ ലോട്ടറിയുടെ റിസൾട്ട് വരുന്നത് വരെ അതിന്റെ 1ാം സമ്മാനം എനിക്ക് അടിക്കും എന്ന് സ്വപ്നം കണ്ട് നടക്കുന്നത് പോലെ ഈ പറയുന്ന ശക്തി ഏതു നിമിഷവും ഇടപെട്ട് ഇസ്രായേൽക്കാരെ മുഴുവൻ തീർത്ത് കളഞ്ഞിട്ട് തങ്ങൾക്ക് ഈ പ്രദേശം മുഴുവൻ ഏൽപ്പിച്ചു തരുമെന്നുള്ളൊരു സ്വപ്ന ലോകത്ത് ജീവിക്കുന്ന ഒരു കൂട്ടര്. അപ്പം ഈ മരിച്ചുപോയ 66,000 പേര് അവർ മുഴുവൻ സ്വർഗത്തിൽ പോയിട്ട് സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു കുഞ്ഞിനെ അവരുടെ ഷീൽഡായിട്ട് അവരുപയോഗിച്ച് ആ കുഞ്ഞ് കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ അവരതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് അതിനെ ഞങ്ങൾ സ്വർഗത്തിലേക്ക് അയച്ചു എന്നാണ്. ഭൂമിയിലെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടുത്തി ഒഴിവാക്കി ആ കുഞ്ഞിനെ ഞങ്ങൾ സ്വർഗത്തിലേക്ക് രക്ഷപ്പെടുത്തി എന്നാണ് അവര് അതിനെക്കുറിച്ച് ഇന്റർപ്രറ്റ് ചെയ്യുക. അപ്പം ഇത്തരത്തിലുള്ള പിന്നെ ഏതോ ഒരു ലോകത്ത് ജീവിക്കുന്ന, മൂഢസ്വർഗത്തിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അപ്പൊ അവര് ഇത് അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് വിഷയം. അപ്പൊ അൽ ജസീറയാണ് ഇവരുടെ വലിയ മൗത്ത് പീസ് ആയിട്ട് പുറത്തുള്ളത്. അപ്പൊ അൽ ജസീറ പറയുന്നത് പാലസ്തീനിലെ ആളുകളോടൊക്കെ അവർ സംസാരിച്ചു. അവരൊക്കെ പറയുന്നത് ഇത് ആക്സെപ്റ്റബിൾ അല്ല. കാരണം പാലസ്തീൻ ആരാ ഭരിക്കാൻ പോകുന്നത് എന്ന് അതിനകത്ത് കൃത്യമായി പറയുന്നില്ല. അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഭരണം എന്ന് പറയുന്നത് ഈ ഹമാസിന്റെ ഭരണമാണ്. അവരുടെ കീഴിൽ ചവിട്ടും കൊണ്ട് തൊഴിയും കൊണ്ട് ജീവിക്കുക, ചാക്കിനകത്ത് കയറി ജീവിക്കുക, യാതൊരു സ്വാതന്ത്ര്യ അനുഭാവം ജീവിക്കുക. അത്തരമൊരു ഒരു ഇരുട്ടുമുറിയിൽ കഴിയുന്ന ഒരു മനുഷ്യൻ കുറെ അധികം കാലം അതിൽ ജീവിച്ചു കഴിഞ്ഞാൽ ഇരുട്ടിനോട് അവർ താതാമ്യപ്പെടും. പ്രകാശത്തെ അവർക്ക് ഭയമായിരിക്കും. പ്രകാശം കണ്ടു കഴിഞ്ഞാൽ കണ്ണു തുറക്കാനാവില്ല. അത് അങ്ങേയറ്റം ഭീതിജനകമായ ഒരു അവസ്ഥയായിരിക്കും എന്ന് പറയുന്നത് വേണമെങ്കിൽ ഗാസയിലേക്ക് ജീവിക്കുന്ന ആളുകൾ. അവരെ സംബന്ധിച്ച് ഈ മതത്തിന്റെ പേരിൽ ഇങ്ങനെ ചവിട്ടി മെതിക്കപ്പെട്ട് ഇരുട്ടറയിലടക്കപ്പെട്ട് ഇരുട്ടിൽ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് പ്രകാശം, സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വാക്കുകളൊന്നും അർത്ഥം അറിയാൻ പാടില്ല. അങ്ങനത്തെ പ്രകാശവും സ്വാതന്ത്ര്യവും ഒക്കെ തങ്ങളെ എന്നോ കാത്തിരിക്കുന്ന ഒരു സ്വർഗത്തിലേക്ക് അത് തടയപ്പെടും എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കൂട്ടരാണ് ഒരുപക്ഷെ ഇത്തരത്തിൽ സംസാരിച്ചു എന്ന് അൽ ജസീറ പറയുന്നത്. അൽ ജസീറിനെ ഇത്രത്തോളം വിശ്വസിക്കാത്തത് വേറെ വിഷയം. എന്തായാലും ഈജിപ്തും ഖത്തറുമാണ് ഈ മീഡിയേഷൻ സ്വീകരിക്കാൻ വേണ്ടി ഹമാസിനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുമായിട്ടാണ് ഈ സംസാരമൊക്കെ നടക്കുന്നത്. അപ്പോൾ സൂചിപ്പിച്ച ഇന്റർനാഷണൽ മീഡിയ മുഴുവൻ വളരെ നെഗറ്റീവായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ അവരിപ്പം ഇവിടെ പാലസ്തീനുള്ള റൈറ്റുകൾ പലതും വയലേറ്റ് ചെയ്യപ്പെട്ടു, ഇതങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, പൂർണ്ണമായിട്ടുള്ള ഇതിനെപ്പറ്റി ഡെഫിനിഷൻ വന്നിട്ടില്ല, നമ്മുടെ ക്രിറ്റിസിസം മാത്രമാണ്. ഇതിനെപ്പറ്റി പോസിറ്റീവായിട്ട് ആരും പറയുന്നില്ല. കാരണം October 7, 2023 ശേഷം ഇസ്രായേൽ അവിടെ ചെയ്തത് അവരെ സംബന്ധിച്ച് അവരുടെ ശരിയാണ് അവർ ചെയ്തത്. അത് ഇന്റർനാഷണൽ മീഡിയയ്ക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇസ്രായേൽക്കാർക്ക് എന്ത് സംഭവിച്ചാലും അവർക്ക് പ്രശ്നമില്ല. അവർക്ക് പ്രശ്നമുള്ളത് ഈ ഒരു ഭാഗത്ത് സംഭവിക്കുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. അപ്പൊ ഈ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ, യുദ്ധം നിൽക്കുന്ന ഈ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ മുൻപോട്ട് വയ്ക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് പീസ് പ്രപ്പോസലാണ്. ഇതിനപ്പുറത്തേക്ക്
ഒരു പീസ് പ്രപ്പോസൽ ഇതിനകത്ത് വെക്കാൻ പറ്റില്ല. കാരണം ഇസ്രായേലിനെ കൊണ്ട് തത്വത്തിലെങ്കിലും പാലസ്തീൻ എന്നുള്ളൊരു വാക്ക് അംഗീകരിപ്പിക്കാൻ കഴിയുക എന്നുള്ളത് അങ്ങേയറ്റം പ്രധാനപ്പെട്ട സംഗതിയാണ്. ദാറ്റ് വാസ് ആക്ച്വലി ഇംപോസിബിൾ. അത് അസാധ്യമായ ഒരു കാര്യമാണ്. അപ്പൊ ഹമാസിനെ സംബന്ധിച്ച് അവരെന്നും ഡിമാൻഡ് ചെയ്യുന്നത് ഇസ്രായേൽ ഫോഴ്സുകൾ മൊത്തമായിട്ട് ഗാസയിൽ നിന്ന് പുറത്തുപോയ ശേഷം മാത്രമേ ബന്ദികളെ കൈമാറ്റം ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ് എല്ലാ കരാറുകളിലും അവരുടെ നിലപാട്. ഈ നിലപാട് പറയുന്ന സമയത്ത് ഈ കാര്യം എൻഫോഴ്സ് ചെയ്യാനുള്ള ഒരു ശേഷിയും കൂടെ ആലോചിക്കണം. രണ്ടാളുകൾ തമ്മിൽ ടഗ്മാറിലാണ്, യുദ്ധത്തിലാണ്, രണ്ട് മലന്മാർ തമ്മിൽ യുദ്ധത്തിലാണ്. ഈ യുദ്ധത്തിൽ നിലത്ത് കിടക്കുന്നവന് പ്രത്യേകിച്ച് ഡയലോഗ് ഒന്നും പറയാനുള്ള അവകാശമില്ല. ഇത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ ഒരു ഔദാര്യമാണ്. ഈ ഒരു അവസ്ഥയിൽ നിങ്ങളെ ഇങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താമെന്നുള്ളത് അത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി അവരുടെ മുൻപിൽ വയ്ക്കുന്ന ഒരു ഔദാര്യം മാത്രമാണ്. ആ ഔദാര്യം സ്വീകരിച്ചുകൊണ്ട് ഇത് നിർത്തണമോ അതോ മരിക്കണമോ, ഈ രണ്ട് ഓപ്ഷൻ അവരുടെ മുമ്പിലുള്ളൂ. ഒന്നുകിൽ മരണം, അല്ലെങ്കിൽ ഇപ്പോൾ മുമ്പോട്ട് വെച്ച ലഭിക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സംഗതി. കാരണം ഇത് നമുക്കറിയാവുന്നതുപോലെ ഇത്തരം ഒരു പീസ് പ്രപ്പോസലിലേക്ക് എത്തുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ തിരിഞ്ഞതുകൊണ്ടാണ്. കാരണം ഇസ്രായേലിന്റെ അലയൻസ് ആണ് യൂറോപ്യൻ രാജ്യങ്ങൾ. യൂറോപ്യൻ രാജ്യങ്ങളിൽ അവരുടെ നാട്ടിലുണ്ടായ പ്രഷർ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പം അവരുടെ നാട്ടിൽ കടന്നു കയറിയ മുസ്ലിം ഭീകരവാദികളുടെ, തീവ്രവാദികളുടെ അവർ കഴുത്ത് പിടിച്ചു നിൽക്കുകയാണ്. അപ്പൊ അവരെ ഭയന്നിട്ട് അവർ തങ്ങളുടെ രാജ്യങ്ങളിൽ അരാജകത്വം സൃഷ്ടിക്കുമോ എന്ന് ഭയന്നിട്ട് അവർ ചെയ്ത ഒരു സംഗതി, ആ ഒരു സംഗതിയുടെ ബാക്കി പത്രമാണ് വാസ്തവത്തിൽ അവര് ഈ പാലസ്തീനെ അംഗീകരിച്ചു എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിലൂടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ഇനി എന്താണ് മുഴുതായിട്ട് വരുന്നത്? അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചും അവരെ സംബന്ധിച്ച് ഒരു തലവേദനയാണ്, എങ്ങനെയെങ്കിലും തീർക്കേണ്ട ഒരു തലവേദനയാണ്. വന്ന് ഖത്തറിൽ കൊണ്ടുപോയിട്ട് ബോംബിടുന്ന അവസ്ഥയിലെത്തി കാര്യങ്ങൾ. നാളെ സൗദി അറേബ്യയിലോ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലോ ഈജിപ്തിലോ എവിടെ വേണം സംഭവിക്കാമെന്നുള്ള ഒരു വലിയ ഭയം അവരെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചും ഈ പ്രശ്നം അവസാനിപ്പിക്കുക എന്നുള്ളത് അങ്ങേയറ്റം ആവശ്യമുള്ളൊരു സംഗതിയാണ്. അപ്പൊ എല്ലാവരും പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ മാസങ്ങളോളം ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ 20 പോയിന്റ് പ്രോഗ്രാം ഉണ്ടായിട്ടുള്ളത്. ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായി വന്ന ഒരു സാധനമൊന്നുമല്ല. വിറ്റ്കോഫും അറബ് രാജ്യങ്ങളും തമ്മിൽ ദീർഘമായി ഡിസ്കസ് ചെയ്തതിനു ശേഷമാണ് ഈ 20 പോയിന്റ് പ്രോഗ്രാം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതിന്റെ പർട്ടിക്കുലർ പോയിന്റിൽ ഇസ്രായേലും അതിനകത്ത് പങ്കുചേരുന്നു. അങ്ങനെ ഇസ്രായേലും അറബ് നേഷൻസും അമേരിക്കയ്ക്ക് വേണ്ടി വിറ്റ്കോഫിന്റെ ടീമുമാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത്. ട്രംപിന്റെ മരുമാനുണ്ട്, അദ്ദേഹം ഒരു ജൂ ആണ്. അപ്പൊ അവർ ചേർന്നിട്ടാണ് ഈ സംഗതി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അത് അറബ് നേഷൻസിന് അങ്ങേയറ്റം അക്സെപ്റ്റബിൾ മീൻസ് ആർക്കും പൂർണ്ണമായിട്ടും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സംഗതി ഉണ്ടാക്കാൻ സാധിക്കില്ല. കാരണം ഇത് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന രണ്ട് ഫോഴ്സുകൾ തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു കോംപ്രമൈസാണ്. സ്വാഭാവികമായിട്ടും രണ്ട് പക്ഷത്തിനും ആക്സെപ്റ്റബിൾ അല്ലാത്ത കാര്യങ്ങൾ ഇതിനകത്തുണ്ടാവും. ഇസ്രായേൽക്കാർക്ക് ആക്സെപ്റ്റബിൾ അല്ലാത്ത പാലസ്തീൻ എന്ന പേര് അതിനകത്തുണ്ട്. അത് ഇസ്രായേലിന് ഒരു കാലത്തും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷെ അത് ആക്സെപ്റ്റ് ചെയ്യിക്കുന്നതിൽ ട്രംപ് വിജയിച്ചു എന്നാണ് വിചാരിക്കാൻ. നേരെ മറിച്ച് ഹമാസിനെ സംബന്ധിച്ച് മുഴുവൻ പട്ടാളവും പുറത്തുപോയ ശേഷം മാത്രമേ ബന്ദികളെ കൈമാറ്റം ചെയ്യാൻ പറ്റൂ. കാരണം അവരെ സംബന്ധിച്ച് അവർ വിചാരിച്ചത് അവർ ഇസ്രായേലിന്റെ അതിർത്തിക്കുള്ളിൽ കടന്ന് ആക്രമണങ്ങൾ കാണിച്ച് കുഞ്ഞുങ്ങളെ ചുട്ടരിച്ചു കൊന്ന്, കാലിന് പിടിച്ച് നിലത്തടിച്ചു കൊന്ന്, വൃദ്ധന്മാരെ ചവിട്ടി അരച്ചു കൊന്ന്, സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി, കട്ടിൽ കിടന്ന് ഉറങ്ങിയവരെ വഴിയിലെടുത്തിട്ട് ചുട്ടുകൊന്ന്, ആഘോഷങ്ങളിൽ ഏർപ്പെട്ടിരുന്നവരെ അവിടെ ഇട്ട് തല്ലിക്കൊന്ന്, ഇത്തരം 1500-ലധികം ആളുകളെ വധിച്ച ശേഷം അവരൊരു റാൻസം മണി എന്നതുപോലെ പൊക്കിക്കൊണ്ടുപോയ 250 പേരെ വെച്ച് അവരുടെ നേരെ വരുന്ന പ്രതികാരത്തെ തടയാനാവുമെന്നായിരുന്നു അവരുടെ സ്വപ്നം. ഈ 250 പേര് തങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം ഇസ്രായേൽ ഒരു പരിപാടിക്ക് നടക്കില്ല. ആദ്യം ഈ 250 പേരെ തിരിച്ചു ചോദിക്കും, എന്നിട്ടേ അവരെ അകത്തോട്ട് കടക്കുള്ളൂ എന്നാണ് ഇവര് വിചാരിച്ചത്. അത് തീരെ സംഭവിച്ചില്ല. അവർ 250 പേരെ തിരിച്ചു ചോദിക്കുന്നതിന് പകരം പിടിച്ചു പറിക്കാനാണ് അവർ തീരുമാനിച്ചത്. അങ്ങനെ അവർ ഉള്ളിലേക്ക് കയറുകയും യുദ്ധം ഈ പോയിന്റിൽ എത്തുകയും ചെയ്തു. ഇപ്പോഴും ആ 250-നകത്തുനിന്ന് ബാക്കിയുള്ള 48 പേരെ വെച്ചുകൊണ്ടാണ്, അത് ബഹുഭൂരിഭാഗം മരിച്ച ആളുകളാണ്, ശവശരീരങ്ങളും ജീവനുള്ളവരെയും വെച്ചുകൊണ്ടാണ് ഇവരിപ്പോഴും ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ബാർഗെയിനിങ്ങിൽ ഇവർ പറയുന്നത് ഞങ്ങളുടെ പോയിന്റ്സായി എവിടെ നടക്കാനാണ്? കാരണം ഈ ഗാസ എന്ന് പറയുന്ന സ്ട്രിപ്പിന്റെ 90%-ലധികവും ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു. അതിൽ 10% പ്രദേശത്തേക്ക് ഒതുക്കപ്പെട്ട സ്ഥലങ്ങളിൽ ഇവരെ വീണ്ടും ഇതിന്റെ ഈ 10%-ന്റെ ഏരിയ ഓരോ ദിവസവും ഒരു 0.5% വീതം ഇങ്ങനെ കുറഞ്ഞ് ഈ സർക്കിൾ കുറഞ്ഞ് ഇസ്രായേൽ ഫോഴ്സ് അകത്തോട്ട് കയറി ഹമാസ് തീരുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു പോയിന്റിൽ ഹമാസിന്റെ നെഗോഷിയേറ്റിംഗ് പവർ എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി സീറോയാണ്. അപ്പൊ കിട്ടുന്നത് സ്വീകരിച്ചുകൊണ്ട് വേണമെങ്കിൽ അവർക്ക് ഇതിവിടെ നിർത്താം. ഇല്ലെങ്കിൽ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് ഇനി ഈ പറയുന്നത് പോലെയുള്ള ഒരു പ്രഷർ ഇനി ഇസ്രായേലിന് മുകളിൽ ചെലുത്താൻ പറ്റില്ല. കാരണം അവരടക്കം ചേർന്നുകൊണ്ട് വെച്ച ഈ ഒരു പ്രപ്പോസൽ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി, യുണൈറ്റഡ് നേഷൻസിലാണ് ഈ പ്രപ്പോസൽ വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ദി എൻറ്റയർ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഈസ് ബിഹൈൻഡ് ഇറ്റ്. ആരും പബ്ലിക്കായിട്ട് ഇതിനെ ഒബ്ജക്ട് ചെയ്തിട്ടില്ല. അപ്പൊ എൻറ്റയർ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി മുൻപിൽ വെച്ച ഈ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് ഹമാസ് പിന്നോട്ട് പോയി കഴിഞ്ഞാൽ നാളെ ഹമാസിനെ ലോകത്തിൽ
ആർക്കും സപ്പോർട്ട് ചെയ്യാനാവില്ല. ഈ പറഞ്ഞ പാലസ്റ്റീൻ എന്ന് പറഞ്ഞുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കൈപൊക്കിക്കൊണ്ട് വരാൻ പറ്റില്ല. അറബ് രാജ്യങ്ങൾക്ക് ഇവർക്ക് വേണ്ടി സംസാരിക്കാനാവില്ല. കാരണം ഇതിന്റെ റെസ്പോൺസിബിലിറ്റി എക്സ്ക്ലൂസീവ്ലി ഹമാസിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. ആക്ച്വലി അങ്ങനെയാണ്. അതിന്റെ റെസ്പോൺസിബിലിറ്റി അവരുടെ കയ്യിൽ തന്നെയാണ്. പക്ഷെ അവർ അൽ ജസീറ ഉപയോഗിച്ച് ലോകം മുഴുവൻ നടത്തിയ ഒരു പ്രചരണത്തിന്റെ ഭാഗമായി ഇസ്രായേല് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും വധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ലോകം മുഴുവൻ നടത്തിയ ഒരു പ്രചരണത്തിന്റെ ഭാഗമായി പ്രചരണത്തിന്റെ കാര്യത്തിൽ യുദ്ധത്തിൽ ഇസ്രായേൽ അങ്ങേയറ്റം ജയിച്ചെങ്കിലും തെറ്റായ പ്രചരണത്തിന്റെ കള്ളപ്രചരണത്തിൽ ഇസ്രായേൽ അങ്ങേയറ്റം തോറ്റുപോയതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പ്രപ്പോസൽ വന്നിട്ടുള്ളത്. ആ പ്രചരണത്തിലെ മറ്റു രാജ്യങ്ങളിലെ ജനങ്ങൾ പെട്ടുപോവുകയും അവരെ ഇവിടെ സംഭവിക്കുന്ന യഥാർത്ഥത്തിൽ എന്താണ്, ഈ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഇവരെ കവചങ്ങളായി പിടിച്ചുകൊണ്ട് മരണത്തിന് വിട്ടുകൊടുത്തതാണ് എന്ന് തിരിച്ചറിയാതെ ഇസ്രായേൽ അവിടെ ബ്ലൈൻഡായിട്ട് ബോംബ് ചെയ്ത് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊല്ലുകയാണ് എന്ന് തെറ്റിദ്ധരിച്ച് എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായ ആ ഒരു എതിർപ്പിൽ നിന്നാണ് ഈ ഇന്റർനാഷണൽ പ്രഷർ ഇസ്രായേലിന് മുകളിൽ വരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ചാർലി കിർക്ക് പറഞ്ഞതുപോലെ ഇസ്രായേലെ നിങ്ങൾ തോറ്റുപോയി, കള്ളപ്രചരണം നടത്തുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോയി, യുദ്ധത്തിൽ നിങ്ങൾ ജയിച്ചാലും അതാണ് ശരിക്കുള്ള വാസ്തവം. അപ്പൊ ആ കള്ളപ്രചരണത്തിൽ നിന്നുണ്ടായ ഒരു സിമ്പതി, ആ സിമ്പതിയെ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടി വിവിധ രാജ്യങ്ങൾ അവരവരുടെ രാജ്യങ്ങളിലെ പ്രഷറിന്റെ പേരിൽ ഉണ്ടാക്കിയെടുത്ത ആ പാലസ്തീൻ അംഗീകാരം എന്ന് പറയുന്ന ആ സാധനത്തിന്റെ അവസാന ഭാഗമാണ് 20 പോയിന്റ് പ്രോഗ്രാമായിട്ട് ഇപ്പോൾ അവതരിച്ചിട്ടുള്ളത്. വേണമെങ്കിൽ ഹമാസിന് ഇത് പിടിക്കാം. പക്ഷെ അവരിത് പിടിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇവരുടെ തലയ്ക്കകത്ത് ഉറച്ചിരിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലത്തെ ആ ലോട്ടറി അടിക്കും. ഒന്നുകിൽ അവർ വിശ്വസിക്കുന്ന ഏതോ ഒരു ഫോഴ്സ് അത് ഏതെങ്കിലും ഒരു സമയത്ത് വന്ന് യുദ്ധം ചെയ്ത് ജ്യൂസിനെ മുഴുവൻ നിർമ്മാർജ്ജനം ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ പോയാൽ നഷ്ടമൊന്നുമില്ല, ഇതിനെ കഴിഞ്ഞ് വലിയ സാധനം കിട്ടും. ഒന്നുകിൽ മരണം, അല്ലെങ്കിൽ ഇസ്രായേലിനെ കൊല്ലൽ. ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു തീവ്രവാദ സംഘടന, അതും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന ഒരു തീവ്രവാദ സംഘടന, തലയിൽ അശേഷം വെളിച്ചമില്ലാത്തൊരു തീവ്രവാദ സംഘടന, എന്തൊക്കെയോ വിശ്വാസങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു തീവ്രവാദ സംഘടന, അവരതിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യത കുറവാണെന്നാണ് ആദ്യത്തെ ലക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത് എന്ന് പറയാതെ വയ്യ.